നിവിൻ പോളി അഭിനയിച്ച ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ 8 ചിത്രങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ. 8ാം സ്ഥാനത്ത് നിവിൻ പോളിയെ നായകനാക്കി ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ലവ് ആക്ഷൻ ഡ്രാമയാണ്. ചിത്രം വേൾഡ് വൈഡ് 30 കോടിയാണ് കളക്ട് ചെയ്തത്. 2019 ഒരു ഹിറ്റ് ചിത്രമായിരുന്നു ലവ് ആക്ഷൻ ഡ്രാമ. 7ാമത്തെ ചിത്രം പ്രജിത്ത് സംവിധാനം ചെയ്ത് നിവിൻ പോളി അജു വർഗീസ് കോംബോയിൽ 2015 റിലീസ് ചെയ്ത ഒരു വടക്കൻ സെൽഫിയാണ്. ചിത്രം വേൾഡ് വൈഡ് 34 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരുന്നത് വിനീത് ശ്രീനിവാസനാണ്. 6ാം സ്ഥാനത്ത് നിവിൻ പോളിയെ നായകനാക്കി എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത ആക്ഷൻ ഹീറോ ബിജു ആണ്. ചിത്രം 2016 റിലീസ് ചെയ്തത്. ചിത്രം വേൾഡ് വൈഡ് 35 കോടിയാണ് കളക്ട് ചെയ്തത്. 5ാം സ്ഥാനത്ത് നിവിൻ പോളിയെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് 2016 പുറത്തിറങ്ങിയ ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന ചിത്രമാണ്. ചിത്രം വേൾഡ് വൈഡ് 40 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. 4ാമത്തെ ചിത്രം നിവിൻ പോളി, ദുൽഖർ സൽമാൻ, നസ്രിയ നസീം, ഫഹദ് ഫാസിൽ എന്നിവർ അഭിനയിച്ച ബാംഗ്ലൂർ ഡേയ്സ് ആണ്. ചിത്രം 2014 റിലീസ് ചെയ്തത്. ചിത്രം വേൾഡ് 47 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. 3ാമത്തെ ചിത്രം നിവിൻ പോളിയെ നായകനാക്കി റോഷൻ ആൻഡ്രോസ് സംവിധാനം ചെയ്ത കായംകുളം കൊച്ചുണ്ണിയാണ്. ചിത്രം 2018 പുറത്തിറങ്ങിയത്. ചിത്രത്തിൽ മോഹൻലാൽ ഒരു ക്യാമിയോ റോളിൽ എത്തുന്നുണ്ടായിരുന്നു. ചിത്രം വേൾഡ് വൈഡ് 69 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. 2ാമത്തെ ചിത്രം അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത് നിവിൻ പോളിയെ നായകനാക്കി 2015 പുറത്തിറങ്ങിയ പ്രേമമാണ്. പ്രേമം വേൾഡ് വൈഡ് 73 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. 1ാം സ്ഥാനത്ത് 2025 നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത് ഇപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന സർവ്വമായയാണ്. സർവ്വമായ നിവിൻ പോളിയുടെ കരിയറിലെ ആദ്യത്തെ 100 കോടി ചിത്രമാവുകയും ചെയ്തു. ചിത്രം 2025 ഒരു വലിയ ഹിറ്റിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്.